ക്രൈസ്തവ സംഘടനകൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ക്രിസ്തുവിൻ്റെ ജനനം ഇന്ന് ചെറുപുഴയിലൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു എക്യുമെനിക്കൽ കരോളിൽ ഒരു ക്രിസ്തുവിൻ്റെ സന്ദേശം തന്നെയല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് പകർത്തുന്നത്? തീർച്ചയായും തിരുപ്പിറവിക്ക് ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. 25 ദിവസങ്ങളായിട്ട് ക്രൈസ്തവ ലോകം നോമ്പ് നോക്കി പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആന്തരികമായി ഒരുങ്ങി രക്ഷകനായ ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഈ ചെറുപുഴ മേഖലയിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ഒരു മനസ്സോടെ ഒത്തൊരുമയോടെ ഈശോയുടെ പിറവിയെക്കുറിച്ച് ലോകത്തോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയൊരു പ്രഘോഷണ റാലിയും പ്രാർത്ഥനാ യജ്ഞവും നടത്തുന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചെറുപുഴ ഫൊറോന ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച അനേകായിരം വിശ്വാസികളും ബഹുമാനപ്പെട്ട വിവിധ വിഭാഗങ്ങളിലെ വൈദികരും ചേർന്ന് ഈശോയുടെ ചൈതന്യത്തോടെ പിതാവിൻ്റെ മക്കൾ എന്ന നിലയ്ക്ക് എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. ഇത് വലിയൊരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. മനുഷ്യൻ ആത്യന്തികമായി രക്ഷിക്കപ്പെടണമെങ്കിൽ ഈശോ മിശിഹായിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ ലോകത്തിൻ്റെ ഒരു കൂട്ടായ്മയാണിത്. ഇവിടെ വിവിധ വിഭാഗങ്ങൾ ഒരു മനസ്സോടെ ഒന്നായിരിക്കുമ്പോൾ അത് ലോകത്തിന് വലിയൊരു ശക്തിയാണ്. നമ്മൾ ഈ പ്രദക്ഷിണം കടന്നു പോകുന്ന വഴികളിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. രക്ഷകനായ ഈശോ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ പാതയിലൂടെ മനുഷ്യവർഗം മുന്നോട്ട് പോകണമെന്നാണ് ഓരോ തിരുപ്പിറവിയുടെ ആഘോഷവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യരെല്ലാം ആത്യന്തികമായി ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും ഈ മക്കൾ തമ്മിൽ കലഹിക്കാതെ പരസ്പരം സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സഹിഷ്ണുതയിലും ജീവിക്കേണ്ടവരാണെന്നുള്ള വലിയ സന്ദേശമാണ് ക്രിസ്മസ് ലോകത്തിന് പകർന്നു നൽകുന്നത്. അത് ഈ ചെറുപുഴ മേഖലയിലുള്ള വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ഒത്തൊരുമയോടെ ലോകത്തോട് പ്രഘോഷിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമാണ്. ഈ പ്രഘോഷണ റാലിക്കും തുടർന്നുള്ള പ്രാർത്ഥനാ യജ്ഞത്തിനും വലിയ ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. അത് ഈ പ്രദേശത്തെ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കും അതിലൂടെ മറ്റ് മതസമൂഹങ്ങളിലെ ആളുകൾക്കും കൂടുതൽ സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ സഹിഷ്ണുതയോടെ ജീവിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. കവിതയാകും വാനോളം സ്വപ്നം പൂവണിയും നാടാകെ ദൂതർ പാടുന്നേ സാന്റാ നൃത്തം ചെയ്യുന്നേ ഇനിയെന്നും മണ്ണിൽ ആഘോഷത്തിരനുരയുന്നേ. 25ഓളം ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിലാണ് ഇത്. സാഹോദര്യത്തിന്റെ വലിയൊരു കൂട്ടായ്മയോടെയാണ്. എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും വീണ്ടും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കരോൾ കൂടിയാണ്. തീർച്ചയായും ഇത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കരോളാണ്. കാരണം ക്രിസ്തുവിൽ ഒന്നാണ് നമ്മളെല്ലാവരും എന്നുള്ള വലിയൊരു ചിന്ത ഈ ചെറുപുഴ ദേശത്തിന് മുഴുവനായിട്ടും കൊടുത്തുകൊണ്ട് ചെറുപുഴ മേഖലയിലെ ക്രൈസ്തവ സഭകളിലെ ബഹുമാനപ്പെട്ട വൈദികരും അൽമായരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒന്നിച്ചു നടത്തുന്ന ഒരു വലിയ ഒരു കരോളാണ് ഇത്. ചെറുപുഴയിലെ ടൗണിലൂടെ കടന്നു പോവുക. തീർച്ചയായും ഇത് ചെറുപുഴ ദേശത്തെ വലിയൊരു മെസ്സേജ് നൽകിക്കൊണ്ട് ക്രിസ്തുവിൽ ഞങ്ങൾ ഒന്നാണ്. ക്രിസ്തുമസ് സന്ദേശമായി ലോകമെങ്ങുമുള്ളതായ ക്രൈസ്തവർ ആഘോഷിക്കുന്നതായ ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച്
മലയോര മേഖലയിൽ ചെറുപുഴ ദേശത്തുള്ളതായ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തുമസിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം ഈ നാടിനെ അറിയിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ വലിയ സന്തോഷത്തിൽ പങ്കാളികളാകുമ്പോൾ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറകുടമായിരിക്കുന്ന യേശു ക്രിസ്തു പകർന്നു തന്നതായ ആ ദൈവിക വിശ്വാസവും സ്നേഹവും ലോകത്തിലേക്ക് പകരുവാൻ ഈ ക്രിസ്തുമസ് ആഘോഷവും ഈ കൂടിവരവും നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.